നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൈറ്റാനിക് മോഡൽ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റാനിക് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലീറ്റഡ് നൈറ്റ് തയ്ച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇതുപോലെ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ പക്ഷെ ചെറിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ മാത്രം ഇല്ല. പക്ഷെ എന്നാൽ പോലും ചെറുതായിട്ടൊരു വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് കൺഫ്യൂഷനായി പോകും നമ്മളെ തയ്ക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതില്ലാണ്ട് അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഈ സ്ലീവും അതുപോലെ ഷോൾഡറും ആം ഹോളൊക്കെ ഒരു ഇതിലാണ് നമ്മൾ പെടുക കേട്ടോ. പക്ഷേ തയ്ച്ചു വന്നാൽ നമുക്ക് ആ ഒരു മെത്തേഡിൽ നമ്മൾ തയ്ച്ചു വന്നാൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. സ്ലോ ആയിട്ട് എപ്പോഴും പറയണ പോലെ നിങ്ങളെല്ലാവരും എന്നോട് പറയുമല്ലോ സ്ലോ ആയിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ സ്ലോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഈ നൈറ്റൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇട്ട് കാണിച്ചു തരാൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരുമ്പോൾ അതെങ്ങനെയാണ് തയ്ച്ചത്, അതെങ്ങനെയാണ് വന്നതെന്ന് ഞാനതിൽ വേറെ വേരിയേഷൻ ഒന്നും വരുത്തണമെങ്കിൽ ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുത്തണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇതാക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇട്ട് കാണിച്ചു തരുന്നത് വേറെ ഒന്നിനല്ല, നമുക്ക് ഇങ്ങനെ തയ്ച്ചാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഓരോന്ന് ഞാനിങ്ങനെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ആ തയ്ക്കണ ഒരു സമയം കുറച്ച് വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും നമുക്ക് ആ പെർഫെക്ഷൻ മനസ്സിലാവാനാണ് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ആ നൈറ്റ് ഡേ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും പെർഫെക്ഷൻ ഉണ്ട്. നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി പോലെ തന്നെയാണ് വരിക. അപ്പോൾ ഇതാണ് ഞാൻ ആ തയ്ച്ച നൈറ്റി കേട്ടോ. ഞാനത് ഒന്ന് അയൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാർട്ടൊക്കെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ അതേ കണ്ടോ. ഇത് നല്ല ഇപ്പം ഞാനിവിടെ ഒരു തിരക്കായ കാരണം ഇവിടെ ഒരു ഉണ്ടായിരുന്നു, അത് വെക്കാൻ മറന്നുപോയിട്ട്. അപ്പോൾ അത് മറന്നുപോയതല്ല, സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്ച്ച് കിട്ടും കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 200 രൂപയുടെ തുണി അല്ലെങ്കിൽ വില കുറഞ്ഞ തുണി വാങ്ങിയാലും ഇത് തയ്ക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പം ഞാൻ പറയണ മെത്തഡിൽ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കിയിട്ട് കണ്ടിട്ട് ഇഷ്ടമായ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. ഇതാണ് കേട്ടോ ആ നൈറ്റ് ഞാനിത് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസിലാണ്, എനിക്ക് ലൂസ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിലാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 44 സൈസിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൂസ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അടിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ അപ്പോൾ നമ്മൾ നൈറ്റി തുണി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 290 ഉണ്ടാവും, വീതി കുറഞ്ഞ തുണിയല്ല. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ മാറ്റിയിട്ട് ചെയ്യുക കേട്ടോ, മാറ്റി ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീതിനെ 2ആയിട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം നീളനെ മടക്കുക ഉണ്ടോ. 4 ഫോൾഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോൾഡ് ചെയ്യുമ്പോൾ മുകളിലെ ഫോൾഡഡ് ഭാഗമല്ലേ, അവിടെ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ആ ഒരു ഭാഗം തന്നെ നമുക്ക് കിട്ടണം. കാരണം നമുക്ക് ഷോൾഡർ ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഷോൾഡറും സ്ലീവും ഒരേപോലെ തന്നെയാണ്, ഒരു ഭാഗത്തോടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ വേണം. ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തുക. ഇതിലിപ്പോൾ ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ ഭാഗം അങ്ങനെ തന്നെ വേണം കേട്ടോ. ലെങ്ത്ത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തില്ല, പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് ആയിരുന്നു എൻ്റെ ലെങ്ത്ത് വന്നത്. ഞാനിപ്പോൾ ഒരു 44 സൈസിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഷോൾഡർ എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ്. ഇപ്പോൾ ഒരു നോർമൽ ഒരു ഷോൾഡർ 7 ഇഞ്ച്. അപ്പോൾ അതിന് നമ്മൾ ആം ഹോൾ എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ആം ഹോളിന് 1 ഇഞ്ച് ഞാൻ കൂട്ടി കൊടുക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 8 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പ്ലീറ്റഡ് നൈറ്റികൾക്കല്ല അങ്ങനെ ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക, മെഷർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം എടുക്കുക. അപ്പോൾ ചെസ്റ്റ് വരുന്നത് 44 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 44 ഇഞ്ചിൻ്റെ 4 ഭാഗം 11 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. 1 ഇഞ്ച് കൊടുത്താൽ മതി നൈറ്റിക്കൊക്കെ. അപ്പോൾ ഞാൻ 12 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് 1 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. വളരെ സ്ലോയിലാണ് പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ലോ ആയിട്ട് പറയേണ്ടത്. വീഡിയോ കുറച്ച് ലെങ്ത് ആവും, എന്നാലും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് 6.5 ഇഞ്ചാണ്. ഇതുപോലെ 6 ഇഞ്ചിൽ നമ്മൾ സ്ലീവ് ഓപ്പൺ കൊടുത്തു കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് എടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ എത്രയാണെന്ന് വെച്ചാൽ ആ സ്ലീവിൻ്റെ അളവിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അളവിൽ അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം നോക്കാം. അപ്പോൾ അതിൻ്റെ നെക്കിന് ഒരു നോർമലായിട്ടൊരു നെക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് വരുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരേപോലെ തന്നെ വരിക. അപ്പോൾ വിഡ്ത്ത് നമ്മളൊരു 3 ഇഞ്ച് കൊടുത്താൽ നോർമലായിട്ട് നമുക്ക് വന്നോളും. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ 2.25 കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഷോൾഡറും ആം ഹോളൊക്കെ ഒരേപോലെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നു. ആം ഹോളല്ല, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകുന്നു. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. 5.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് ഒരു ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒരേപോലെ തന്നെ വരിക. അപ്പോൾ ആവറേജ് ഒരു ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു നെക്ക് ഒരു 5.5 ഇഞ്ച് എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഈ ഒരു ബോക്സ് ആ പോയിന്റിൽ നിന്ന് നമ്മൾ കയറ്റി വരയ്ക്കാം കേട്ടോ. 1/2 ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. നമുക്ക് അവിടെ ഒരു ഷേപ്പ് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇതുപോലെ
അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്ന് ഒരു കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല, അതിൽ ചെറിയൊരു വര കൊടുത്തിട്ട് നമ്മളത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു ഷേപ്പ് അവിടെ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഷേപ്പിന് ഒരു മെഷർമെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മെഷർമെൻറ്റ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് ലൈനില്ലേ, ആ ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുത്തുനിന്ന് ഒരു 2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ, 2 ഇഞ്ച് കണ്ടില്ലേ. അപ്പോൾ ഞാനിവിടെ സീം അലവൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. സീം അലവൻസ് അവിടെ തയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സീം അലവൻസ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ 2 ഇഞ്ചൊക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസ് പ്രത്യേകം പറയില്ല. അപ്പോൾ അതാ ഒരു 1/2 ഇഞ്ചിൻ്റെ പോയിൻ്റില്ലേ, 5.5 ഇഞ്ചിൻ്റെ ആ പോയിൻറ്റിൽ നിന്ന് ഈ 2 വഴി നമ്മൾ സ്ലീവിൻ്റെ സീം അലവൻസിലേക്ക് കൊണ്ടുപോവാണ്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറയണേലേറെ, വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളത് 2 ഇഞ്ച് കണ്ടില്ലേ, നമ്മളിതുപോലെ അടയാളപ്പെടുത്തി നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ഇപ്പുറത്തൊരു അടയാളം കൊടുക്കാനുണ്ട്. അപ്പോൾ അതായത് ഒരു 4 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് നമുക്ക് അടയാളപ്പെടുത്തിയിട്ടാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ. അതിൻ്റെ ചുറ്റും അടയാളപ്പെടുത്തുക. പിന്നെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ ആ ഒരു 1/2 ഇഞ്ചിൽ കയറി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കയറ്റി വെച്ചിട്ട് വേണം 4 ഇഞ്ച് അടയാളപ്പെടുത്താനായിട്ട്. കണ്ടോ, അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് വരുമല്ലോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മളത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ മെയിൻ മെഷർമെൻറ്റുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഗൈഡ് ലൈൻ ആയിട്ടുള്ള ഒരു പോയിൻ്റ് നമുക്ക് വേണം. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ അതെ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ ഈ ഒരു പോയിൻറ്റില്ലേ, നമ്മുടെ ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു പോയിൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ സീം അലവൻസിൻ്റെ ആ ഒരു പോയിൻറ്റില്ലേ, ആ ഒരു പോയിൻറ്റിലേക്കും നമ്മൾ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു കൊടുക്കുക. അത് നമ്മൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് പോവല്ലേ, കണ്ടോ. അപ്പോൾ ഈ നെക്കിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോകണം. അപ്പോൾ അവർ കട്ട് ചെയ്യുമ്പോൾ ആ 2 പീസുകളിലും ആ ഒരു അടയാളം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പോയിൻ്റ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഞാൻ അതുപോലെ ആവശ്യമില്ലാത്ത ഭാഗമാണ്, ആ തുണി മറ്റെന്തിനും ഉപയോഗിക്കുക. കണ്ടോ, 2 പോയിൻറ്റും നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നുണ്ടോ. 2 ഇതിനെ കണക്ട് ചെയ്യണ ഒരു പോയിൻ്റാണ് കേട്ടോ അത്, 2 പാർട്ടിനെയും. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, 2 പാർട്ടിൻ്റെയും ആ ഭാഗങ്ങൾ കണ്ടോ ഒരേപോലെ നമുക്ക് കിട്ടില്ലേ. അത് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 തുണിയിലും വരണ വരെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തത്. കണ്ടോ, ഈ ഒരു പോയിൻ്റ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മാറ്റി വയ്ക്കുക, കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. നമുക്ക് ഇനി അടുത്തത് കട്ട് ചെയ്താണുള്ളത് ഈ ഒരു ഭാഗം, ഈ ഒരു 4 ഇഞ്ചിൻ്റെ പോയിൻ്റ് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് എടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഒരു പീസ് നമ്മളിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനി ആ പോയിൻറ്റുകൾ നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ ഒരു 2 പോയിൻറ്റുകളില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മളൊന്നൊരു ചെറിയ കട്ടിട്ട് കൊടുത്തോട്ടോ. കാരണം നമുക്കത് വേണ്ടതാണ്. കണ്ടോ, ആ 2 പോയിൻറ്റ് കണ്ടില്ലേ. അപ്പോൾ ഇനി ആ 2 പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന 2 പോയിൻ്റാണ് ആം ഹോളിൻ്റെ മെയിനായിട്ടുള്ളൊരു ഭാഗം വരുന്നത്, ആം ഹോളിൻ്റെ ഭാഗം വരുന്നത്. അതെങ്ങനെയാണ് ഇപ്പുറത്തെ ഭാഗമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കുക. അത് അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ആ ഒരു പോയിൻ്റ് അതേപോലെ എടുത്ത് നമ്മുടെ ഈ ഒരു പീസിലേക്ക് വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ പോയിൻറ്റിൻ്റെ എല്ലാ ഭാഗത്തും താഴത്തേക്കും വരുന്ന രീതിയിൽ എല്ലാം ഒന്ന് അടയാളപ്പെടുത്തി ഇടുക കേട്ടോ, നമ്മൾ ചോക്ക് കൊണ്ട്. കാരണം നമുക്ക് ആ ഒരു പോയിൻ്റ് നമുക്ക് എപ്പോഴും വേണം, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുത്തിട്ട് നമ്മുടെ ആ തേര് ഭാഗമില്ലേ, നൈറ്റിയുടെ ആ തേര് ഭാഗത്തേക്ക് ആ ഒരു പോയിൻറ്റിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു പോയിൻ്റായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാനിത് പറയുമ്പോൾ. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, ആ ഒരു പോയിൻ്റ് നമ്മളിവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ തുണി ഉണ്ടാവും. അതല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ഒരു പോയിൻ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ നമ്മുടെ ഒരു പോയിൻ്റ്, നമ്മുടെ ഗൈഡ് ലൈൻ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് എവിടെയാണോ നമ്മുടെ ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കണേ, കണ്ടോ ആ ഒരു ഭാഗം, ആ പോയിൻ്റ് കണ്ടില്ലേ, എവിടെയാണോ നമ്മുടെ ആ സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കണോ ആ ഒരു പോയിൻ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് ആ ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ ആം ഹോളിൻ്റെ ആ ഷേപ്പ് കണ്ടില്ലേ, ആ ഷേപ്പിലൊന്ന് നമ്മൾ വരച്ചു കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് പോയിന്റ് എടുക്കുക. അവിടെ നിന്ന് കണ്ടോ അങ്ങോട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റ് ആം ഹോളിൻ്റെ ഷേപ്പ് നമ്മുടെ സ്കേർട്ട് പാർട്ടിൽ കിട്ടി എന്നുള്ളതാണ്. ഇതിന് ശേഷം എന്താ, നമ്മുടെ ഒരു ചെറിയ പീസില്ലേ, ആ ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ 5.5 ഇഞ്ച് നമ്മുടെ ലെങ്ത്ത് ഇട്ടില്ലേ, ആ പോയിന്റിലേക്ക് വെച്ച് നമ്മുടെ മറ്റേ പോയിന്റിലേക്ക്, ഗൈഡ് ലൈൻ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലേറെ ഇത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ആ പോയിന്റുകളൊക്കെ ഒത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടണം. ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പോയിന്റ്, നമ്മൾ ആ ഒരു 4 ഇഞ്ച് വരച്ചില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി വരിക. അപ്പോൾ അത് നമ്മൾ മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ മടക്കിയ ഭാഗത്ത് നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക.
കൈ കൊണ്ടൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിതുപോലെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ഇപ്പോൾ കണ്ടോ, നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പോയിൻറ്റുകൾ നമുക്ക് കിട്ടി. നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തുണികളൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മുടെ അടിയിലെ ലെങ്ത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നോളും. കണ്ടോ, ഇതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഇനി അഥവാ നൈറ്റിക്ക് ലെങ്ത്ത് കൂടാണെങ്കിൽ അടിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ, ഓരോരുത്തരുടെ ഇതിന്. എനിക്കിത് കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഈ ഒരു ഭാഗം വെച്ച് നോക്കുക. വീണ്ടും നമ്മൾ ആ കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ പോയിൻറ്റ് കറക്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗവും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിൻറ്റിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പോയിൻ്റ് എപ്പോഴും നമ്മുടെ ഗൈഡ് ലൈൻ പോയിൻ്റ് ഇല്ലേ, അത് എപ്പോഴും നമ്മൾ കൃത്യമായിട്ടായിരിക്കണം കേട്ടോ. നമ്മളതൊന്ന് വരച്ചിടുക എന്നുള്ളതാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അവിടെ ഒരു കട്ട് കൊടുക്കുക. അതാണ് നമ്മളെ ഇതിനെ കണക്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് കേട്ടോ, ഈ ഒരു നൈറ്റീനെ. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലൊരു പീസ് ഉണ്ടല്ലോ, ബാക്കും അതുപോലെ ഫ്രണ്ടും ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് ഫ്രണ്ട്, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ആ ഒരു പീസല്ല എടുക്കണത്, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിന് പകരം ഒരു വൈറ്റ് പീസ് ഞാൻ അതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ലൈനിങ് വെച്ചിട്ടുണ്ട് ഒരു നെറ്റിൻ്റെ പോലത്തെ. അപ്പോൾ അത് അതേ ഇതിൽ അളന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്കിലേക്ക് ഇത് തന്നെയാണ് വെക്കുന്നത്. അതിലൊരു നീല തുണി ഞാൻ വെച്ച് കൊടുത്തു. നീല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ആ തുണിയാണത്. പിന്നെ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ഭാഗമില്ലേ, നമ്മൾ ആ ഗൈഡ് ലൈൻ പോയിൻ്റ് അവിടെ നമ്മളൊരു കട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമുക്കത് ഈ രണ്ട് ഭാഗത്ത് നമ്മളൊരു കട്ട് കൊടുക്കുക, ഒരിക്കലും നമുക്ക് അത് തെറ്റിപ്പോവില്ല. പിന്നെ ഇതുപോലെ നമ്മൾ ലേസ് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ലേസ് നമ്മുടെ ഈ ഒരു പീസിൽ ലേസ് മുകളിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു കൂടിയ ഭാഗമല്ലേ, അതിൻ്റെ സെൻറ്ററാണ് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അത് നമുക്ക് പ്ലീറ്റ്സ് വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ, ആ ഭാഗം. അതിൻ്റെ അപ്പുറത്തെ ഭാഗം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എങ്ങനെയാണ് രണ്ടിൻ്റെയും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളത് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല പുറങ്ങളുടെ ലേസിൻ്റെ നല്ല പുറവും തുണിയുടെ നല്ല പുറവും ഒരുപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല പുറത്ത് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. വളരെ സ്പീഡ് കുറഞ്ഞിട്ടാണ് പറയണത്, എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ. സ്പീഡ് കൂടിയിട്ട് ഇങ്ങനെ മനസ്സിലാവണ്ടെന്ന് വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, കൊടുത്ത് എടുക്കുക. അപ്പോൾ ഇത്രയേ വേണ്ടൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ തന്നെ ശരിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കാം. നമ്മുടെ ആ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു ഭാഗത്ത് ഇത് കണക്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ രണ്ട് പോയിൻറ്റുകൾ നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ ഇട്ട് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞത്. ആ ഒരു പോയിൻറ്റിൻ്റെ അടിയിലേക്കാണ് നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുക കണ്ടോ. അതുപോലെ ബാക്കിലും നമ്മൾ ആ പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ആ പോയിൻറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പുറത്താണ് നമ്മൾ അതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഇവിടെ നമ്മളൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു പോയിൻറ്റുകളില്ലേ, അപ്പോൾ ഈ അറ്റത്തെ പോയിൻറ്റിൽ നിന്ന് നമ്മളിതുപോലെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. അതിൻ്റെ നല്ല പുറവും അതുപോലെ തന്നെ ലേസിൻ്റെ നല്ല പുറങ്ങളും ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് അതൊന്ന് മറച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ മറ്റേ അതിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ അറ്റം തൊട്ട് ആ ഒരു ലൈനിൽ അവിടെ വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അവിടെ വരെ നമ്മൾ തയ്ച്ചാൽ മതി. ബാക്കിയുള്ളത് സ്ലീവിൻ്റെ ഭാഗമാണ്, അവിടെ നമ്മൾ തയ്ക്കേണ്ടതില്ല. അപ്പോൾ അറ്റം വരെ നമ്മൾ തയ്ച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ ആദ്യം ചെയ്തല്ലോ. ഇനി ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു സെൻറ്റർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായല്ലോ, അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സ് കൊടുക്കണം ആ പാർട്ടിൻ്റെയും സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് ചീത്ത പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററുകൾ രണ്ടിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തി നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമല്ലേ നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊണ്ടുവരിക. ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് ആ സെൻറ്ററിലേക്ക് പോവുക. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇടാൻ പറ്റും. അല്ലാത്തവർക്ക് അവിടെ കാര്യമാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗം പ്ലീറ്റ്സ് ഇട്ടത് ഇത്രയും ഭാഗം നമുക്ക് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ പ്ലീറ്റ്സ് ഇട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നമ്മളൊന്ന് എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ ആ നെക്കുകൾ നമ്മുടെ ആ പോയിൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് വെച്ച് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ആ വൈറ്റ് തുണി ഉള്ളിലേക്ക് വെച്ച് ഇത് പുറത്തോട്ട് വെച്ച് നമ്മുടെ ആ ആം ഹോളിൻ്റെ ഭാഗം പുറത്തോട്ട് വെച്ച് 1/2 ഇഞ്ചിൽ പിൻ വെച്ച് കൊടുക്കുക കേട്ടോ. പിൻ വെച്ചിട്ട് കുത്തി കൊടുത്തിട്ട് നമ്മൾ അതിലേ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അതുപോലെ ചുറ്റും നമ്മൾ ആ ഒരു 5 ഇഞ്ചിൻ്റെ നെക്ക് ഇട്ടുണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് 5 ഇഞ്ച് അളന്നാൽ മതി, 5.5 ഇഞ്ചിൻ്റെ.
അപ്പോൾ ഞാൻ അതുപോലെ അളന്നത് ഇത് തയ്ക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയതുകൊണ്ട് തയ്ക്കണത് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലീവൊക്കെ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ആ ഭാഗം വേണ്ടവർക്ക് മടക്കി അടിക്കണമെങ്കിൽ അടിക്കണ്ട. എന്നിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലെങ്ത് എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട വന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നൈറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.